ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. തിരുവോണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് അത്തം 1. ഇനി 10 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ തിരുവോണത്തിനായിട്ട്. പഞ്ഞത്തിന്റെ കർക്കിടകം മാറി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണം വരവായി. നാത്തൂൻസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങളുടെ തിരുവോണ ആശംസകൾ ആദ്യമേ തന്നെ നേരുന്നു. ഇന്നു മുതൽ 10 ദിവസം ഓണം സ്പെഷ്യൽ വിഭവങ്ങളായിട്ടാണ് നാത്തൂൻസ് എത്തുന്നത്. അത്തം 10 രുചി. ഓണസദ്യ ആയാലും വിവാഹസദ്യ ആയാലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് തൈര് പച്ചടി. അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ആദ്യത്തെ വിഭവം. ഇതിനായിട്ട് 1 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള, 3 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് കടുകാണ്. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ തേങ്ങയും കടുകും 1 പച്ചമുളകും കൂടി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അരയാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല കട്ടിക്ക് തന്നെ ഇരിക്കണം. നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൈര് പച്ചടിക്ക് തൈര് ഉടയ്ക്കാതെ നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പുളിയില്ലാത്ത തൈര് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. തൈര് പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി വരാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിടം വരെ വഴറ്റി കൊടുക്കണം. സവാളയ്ക്ക് പകരം ചുമന്നുള്ളി വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. തൈര് ഇടുന്നതിന് മുമ്പ് ഉപ്പിടണം. തൈര് ഇട്ടതിന് ശേഷം ഉപ്പിടുവാണെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പ് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ തൈര് കൂടി ചേർത്ത് കൊടുക്കാം.
തൈര് തിളപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്, അത് പിരിഞ്ഞു പോകും. അരപ്പ് പോലെ തന്നെ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. സ്വാദിഷ്ടമായ നമ്മുടെ തൈര് പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തൈര് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബീട്രൂട്ട് വെച്ചിട്ടും മാങ്ങ വെച്ചിട്ടും പൈനാപ്പിൾ വെച്ചിട്ടും ഒക്കെ പല രീതിയിൽ നമുക്ക് പച്ചടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സദ്യയുടെ തിരക്കുകൾക്കിടയിൽ വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഓണസദ്യക്ക് ഈ പച്ചടി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഓണവിഭവമായിട്ട് ഞങ്ങൾ നാത്തൂൻസ് നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.